എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമാണ്. ഡോക്ടർ ജോയി. നിങ്ങളത് ചിന്തിച്ചു നോക്കും, നിങ്ങൾ എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കുകയാണ്, ഒരു ദിവസവും വീഴാതെ എല്ലാ ദിവസവും കഴിച്ചു കൊടുക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് കിട്ടാൻ പോകുന്ന ഗുണം? ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. പല ആളുകളും എഗ്ഗിനെ കൺസിഡർ ചെയ്യുന്നത് പല രീതിയിലാണ്. ചില ആളുകൾ പറയും ഇത് നമ്മുടെ എനർജി, നമ്മുടെ ഹെൽത്തൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഫുഡാണെന്ന്. ചില ആളുകൾ പറയുക ഇത്തരത്തിലുള്ള ആഹാരം നമ്മുടെ ശരീരത്തിന് ഹാമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ. പക്ഷേ എന്താണ് സത്യത്തിൽ ശരീരത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗ്ഗിൽ വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടും. ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ ഒരു മുട്ടയിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം ആയിട്ട് കിട്ടും. അത് നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്ത് ആക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാവുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്നാണ്, ഇതിൽ നല്ല രീതിയിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി ഗ്രൂപ്പുകളും വൈറ്റമിൻ ഡിയും പിന്നെ സെലേനിയം, ഇതൊക്കെ നമ്മുടെ ബോൺ ആൻഡ് ജോയിൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസാണ്. അതുകൂടാതെ തന്നെ ഈ യെല്ലോ പാർട്ടിൽ കോളിൻ എന്ന് പറയുന്നിട്ടുള്ളൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഈ കോളിൻ എന്ന് പറയുന്ന ഈ ന്യൂട്രിയൻ്റ് നമ്മുടെ ബ്രെയിനും അതുപോലെ ലിവറിനും വളരെയധികം യൂസ്ഫുൾ ആവുന്ന കാര്യവുമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ജോയിൻറ്റിൻ്റെ ആരോഗ്യത്തിനും ബ്രെയിന് ലിവറിൻ്റെ ഒക്കെ ആരോഗ്യത്തിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയാണ് മുട്ട. പക്ഷേ പല ആളുകൾക്കുള്ള സംശയം ഇതിൻ്റെ കൊളസ്ട്രോൾ കൂട്ടുക എന്നുള്ളതാണ്. അതൊരു ഓൾഡ് മിത്താണ്. പൊതുവെ പഠനങ്ങൾ പറയുന്നത് ഈ എഗ്ഗ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉയർത്തുന്നതേ ഇല്ല. നമ്മൾ ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ കൊടുത്തു കഴിഞ്ഞാലും ശരീരം അത് മാനേജ് ചെയ്യും. നിങ്ങൾ ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ലിവർ അത്രത്തോളം കൊളസ്ട്രോൾ ആവശ്യമുള്ള അത്രത്തോളം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും ഈ ലിപ്പിഡിൻ്റെ ഈ മെറ്റബോളിസം കറക്റ്റ് അല്ലാത്ത ആളുകളിൽ ചിലപ്പോൾ മുട്ട പ്രശ്നം ഉണ്ടാക്കും. അത് വളരെ ചുരുക്കം വരുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ചും ഫാമിലിപരമായി കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിലെ ലിപ്പിഡ് മെറ്റബോളിസം ശരിയല്ലാത്തത് കൊണ്ടാണ്. അത് വളരെ ചുരുക്കം അങ്ങനത്തെ ആളുകളുണ്ട്. ചില ആളുകൾക്ക് മുട്ട കഴിക്കുന്ന സമയത്ത് അലർജി സംബന്ധമായ പ്രശ്നമോ വയറിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരക്കാരും അവോയ്ഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആളുകളാണെങ്കിൽ അവരും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കൃത്യമായ എമൗണ്ടിൽ മാത്രം എടുത്താൽ മതി. ഇനി ചില ആളുകൾക്ക് കണ്ണിൻ്റെ തടങ്ങളിലും ജോയിൻ്റെ തടങ്ങളിലൊക്കെ ഒരുപാട് ഫാറ്റ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതും ലിപ്പിഡ് മെറ്റബോളിസം സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്കാണ് ഇത് വരാറുള്ളത്. അത്തരം ആൾക്കാരും മുട്ട ഒന്ന് മാറ്റി വെച്ചാൽ മതി. പക്ഷേ ഈ ആളുകളൊക്കെ വളരെ ചുരുക്കമാണ്. പഠനങ്ങളൊക്കെ പറയുന്നത് ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും 1-2 മുട്ട ഡെയിലി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് നല്ല ഗുണമുണ്ട് എന്നാണ് കേട്ടോ. അപ്പം പണ്ടത്തെ മിത്തുകളെല്ലാം മറക്കുക. മുട്ട ആരോഗ്യത്തിന് നല്ല ഒരു ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.